Hey guys, welcome back to my YouTube channel and you're watching Agent Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു ട്രിപ്പ് പോവാണ്. സോ എവിടേക്കാന്ന് വെച്ചാൽ കോവൈ കുട്ടനാടത്തേക്കാണ്. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ എപ്പോഴും അത് അടപ്പാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇപ്പോൾ ഇവളുടെ ഒപ്പമാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇവിടെ യെസ്, അപ്പോൾ ഞാനും അമ്മ ഇവള് ആൻറ്റി അഭിചാരൻ ഞങ്ങൾ 5 പേരായിട്ടാണ് പോണേ. ഞങ്ങൾ ഇവന്റെ കൂടെ അങ്ങനെ ഞങ്ങൾ 2 പേരായിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിനായിട്ടും സ്പെഷ്യൽ ഇന്ന് ഞങ്ങള് 2 പേരും ട്വിന്നിങ് ആണ്. സോ ഇന്നലെ റാൻഡം ആയിട്ട് സ്റ്റുഡിയോ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഡ്രസ്സാണ് കോളേജ് സെറ്റ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരു ചായക്കടയിൽ നമ്മൾ നിർത്തി ബൂസ്റ്റും ആൻഡ് കാപ്പിയൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി എത്തിയിട്ട് കാണാം. ഇനി ഒരു 6 കിലോമീറ്റേഴ്സ് കൂടിയുണ്ട്. സോ പോയിട്ട് കാണാം. ചായ കുടിക്കാൻ ഒരു ചായ കടയ്ക്ക് വന്നു. സോ ഞങ്ങൾ ഒന്നൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കാപ്പിയും ബൂസ്റ്റും കുടിക്കട്ടെ. ഇപ്പൊ നമ്മള് പോയപ്പോ നമ്മളൊരു കിൻഡർ ജോയിന്റ് കാണപ്പോ ഭയങ്കര കൊതി തോന്നി. കുറേ വർഷങ്ങളായി കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിക്കാൻ അവരാണ് നമ്മളിവിടെ എൻട്രൻസിലെത്തി. അപ്പൊ ഇവിടെ ടോക്കൺ വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും പോകത്തിലാണ്. ഇനി ഒരു കുറച്ച് 2 കിലോമീറ്റേഴ്സ് കൂടി പോയാൽ മെയിൻ സ്ഥലം നമുക്ക് എത്തും. ആൻഡ് ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് നമ്മള് ഡോറും വിൻഡോസും ഒക്കെ നമ്മള് ടോട്ടലി ക്ലോസ് ചെയ്തിരിക്കുക. അപ്പോ നമുക്കിതേ പറയണ്ട, ഒന്നും അറിയാല്ലേ. അപ്പൊ ഇതാ നമ്മളിവിടെ എത്തി. അപ്പൊ ഇവിടെ നമ്മള് ഒരു കാർ പാർക്കിംഗ് നമുക്ക് കാർ പാർക്ക് ചെയ്തു. പിന്നെ അവിടെ മുറ്റും ലൈനാണ്. അപ്പൊ അതേപോലെ കൂടെ പോയിട്ട് ബസ്സിൽ പോണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റേഴ്സ് കൂടി നടക്കണം. അപ്പോഴാണ് ദ റിയൽ പ്ലേസ് വരുള്ളൂ. ആൻഡ് സോ ഇത്രയും എഫേർട്ടിന് ശേഷം പ്ലേസ് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ആൻഡ് ഇവിടെ കുറെ കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് ബാഗും അതൊക്കെ നമ്മള് സൂക്ഷിച്ചാണ് നമുക്ക് കൊണ്ടുപോകാൻ. ആൻഡ് അവിടെ എന്താ പറയാ കുറെ പശുക്കളും എല്ലാം ഉണ്ട്. വണ്ടികള് 2 വീലറും 4 വീലറും അങ്ങനെയായിട്ട് കുറെ വണ്ടികളുണ്ട്. അവിടെ ബസ്സിലായിട്ട് അവര് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും വന്ന് തിരക്കുണ്ടാവും. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ടൊന്നും അറിയില്ല, കുറെ തിരക്ക്. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. അവര് പോയി കൊരങ്ങന്മാരെ കൊണ്ട് വേഗം പോട്ടെ. ഒരു ബസ്സിലാട്ടോ നമ്മൾ എല്ലാവരെയും കൊണ്ടുപോവാ. അപ്പൊ ഇതൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതാന്ന് തോന്നുന്നത്. കുറെ പേര് വരുന്നുണ്ട്. പക്ഷെ നമ്മള് വന്ന് നേരം അറിയാം നല്ല വെയിലുണ്ട്. ആൻഡ് ഒരു നീണ്ട ലൈനും കൂടി ഉണ്ട്. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്തേ പറ്റൂ. നല്ല അറ്റവരയ്ക്ക് ലൈനുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഒരു പടി കൂടെ ഇറങ്ങിയിട്ടില്ല. അപ്പം നിന്ന സ്ഥലത്ത് നിന്നോണ്ടിരിക്കാം. അത്രയ്ക്കും തിരക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 2ാമത്തെ ബസ്സിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ അടുത്തെത്തിട്ടോ ലൈനിൽ. അതുകൊണ്ട് ഇവിടെ കുറേ കുരങ്ങന്മാർ. അയ്യോ എന്തൊരു കുരങ്ങന്മാരാ. അതുകൊണ്ട് ഫോണ് എന്താ പറയാ പറിച്ചെടുക്കുമെന്ന് എനിക്ക് പേടി. ഇതാ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കുറേ പേര്. അതുകൊണ്ട് അവര് കണ്ണൊന്നും നോക്കാണ്ട് നമ്മളങ്ങനെ അവര് ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ നിൽക്കാം. തിക്കും തിരക്കുമായി എല്ലാവരും ഫുള്ള് സ്റ്റാൻഡിലാണ് എല്ലാവരും. പക്ഷെ നമുക്ക് അടുത്ത് പോകാൻ വിചാരിച്ചു. പോവാനായിട്ട് അടുത്ത ബസ് ഈ ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. വീഡിയോ എടുക്കാൻ പോയി
തിരക്കായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നിൽക്കണമായിരുന്നു. ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ മാറി. മീറ്റേഴ്സ് കൂടി നടക്കണം. നടന്നാലാണ് അവിടുത്തെ വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ ഇവിടെ ബാക്ക് പാക്കുകൾ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് ഞാൻ മിക്കവരും കുളിക്കില്ല, അവരൊക്കെ നനയും. എല്ലാവരും പോവാം. അപ്പോൾ ഇത് വന്ന് ഒരു സ്ട്രെയിറ്റ് റോഡല്ല. ഓക്കെ, ഇതിന്റെ സ്ട്രെയിറ്റ് റോഡല്ലേ, ഇത് നമ്മൾ റോഡല്ല, ശരിക്കും ഒരു മല കേരള ഒരു ഫീല. ഇവിടുത്തെ ഒരു പാലം കണ്ടോ, അത് കാണിച്ച പാലം. ആ പാലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫസ്റ്റ് ഒരു ഫംഗ്ഷനായിരുന്നു. ഇവര് ഫസ്റ്റ് വരുമ്പോൾ ആ പാലത്തിനുള്ളിലായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പോളറൈറ്റ്സ് പോയിട്ട് ഫോട്ടോസൊക്കെ ചെറിയ ഉണ്ടായില്ലേ, സോ അതിലൊക്കെ ഉണ്ടായിരുന്നു പാലം. ഇപ്പോൾ ആ പാലം വന്ന് മുറിഞ്ഞുപോയി. മുറിഞ്ഞുപോയ ഡാമേജ്. ഇപ്പൊ നമ്മുടെ സാധാ ഒരു കാട്ടിനുള്ളിൽ നമ്മൾ നടക്കാണ്. ഇനി ഒരു 2 കിലോമീറ്റേഴ്സ് അവര് പറഞ്ഞത്. 2 മിനിറ്റ്സ്, കുറച്ച് 4 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. അവിടെ എന്താണ് സംഭവം എന്ന് ഞാൻ 1ാം ക്ലാസ് സംതിങ് പഠിക്കുമ്പോഴാണ് വന്നത്. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എനി മെമ്മറി അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എങ്ങനെയായിരിക്കും ഞങ്ങൾ ഫോട്ടോയോട് പോലും ഞാൻ കണ്ടിട്ടില്ല. സോ ഞങ്ങളുടെ ഫസ്റ്റ് എവർ ട്രിപ്പാണ്. ഞങ്ങൾ സിനിമ ഇങ്ങനെ ഞങ്ങൾ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ട്രിപ്പിനെ പോലെയുള്ള ഒരു സംഭവത്തിലേക്ക് വന്നിട്ട്. ഞാൻ ഏകദേശം ഒരു തമിഴ്നാടൊക്കെ ചുറ്റി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലവും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞിലെ എല്ലാ സ്ഥലത്തും ധനുഷ്കുടി അത് എന്ന് പറഞ്ഞ എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഒന്നൊന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. അപ്പൊ എന്തായാലും കോയമ്പത്തൂർക്ക് വന്ന മാസ് വിസിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആട്ടോ. ശരിക്കും ചെറിയ ദിവസം വന്നപ്പോൾ കൂടെ ഇത്ര എൻജോയ് ചെയ്തിട്ടില്ല. അപ്പുറത്തെ അവിടെ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അടിപൊളിയാട്ടോ. ലൈക്ക് എന്താ പറയാ, വെയിലായാലും ആ കാടിന്റെ കുളിർമയും സൂപ്പറായിട്ട് വന്ന് സൂപ്പറായിട്ട്. യെസ്. അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തി. ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് നോക്കി എനിക്ക് മൈക്ക് വർക്ക് ആവണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. വെള്ളത്തിൻ്റെ സൗണ്ടും ആൾക്കാരുടെ സൗണ്ടും മൊത്തം ഇളവാ. ഇത് നമ്മൾ തിരിച്ച് ബസ് കയറാൻ പോവാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം നടന്നു അത്രത്തോളം തിരിച്ച് നടന്നാലാണ് നമുക്ക് ബസ് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല ടയർഡുണ്ട്. എനിക്ക് ടയർഡൊന്നുമില്ല, പക്ഷെ ഇനി ഒരു പ്രാവശ്യം വെള്ളത്താണേലും തോന്നി. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ അത്രയ്ക്ക് അടിപൊളിയല്ല. അത് മാത്രമാണ് ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നടക്കാൻ ഇവിടെ കുറച്ച് ചെറിയൊരു ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. എന്താ പറയാ, വരുമ്പോ എടുത്തില്ല, വരുമ്പോ ഒരു എക്സൈറ്റ്മെന്റില്. ഇത് 2:30 ക്ലോസ് ആവും. അപ്പൊ അതിന് മുന്നിൽ തന്നെ നമ്മൾ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോണം. അപ്പോ അതുകൊണ്ട് നമ്മൾ നേരെ പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചും റിട്ടേൺ ക്യൂവിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബസ്സായിട്ട് ഇപ്പോൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. ഇപ്പോൾ മഴ പെയ്യാൻ പോവാന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കയറിയാൽ പെട്ടെന്ന് പോകാൻ, ഇല്ലെങ്കിൽ മഴയിൽ നനയണം എന്തൊക്കെയാണ് അവർ. അപ്പോൾ കുറേ പേര് സ്റ്റാൻഡിങ്ങിൽ പോകാൻ നോക്കുന്നുണ്ട്, കുറേ പേര് ഇരുന്ന് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ ബസ് വന്നിട്ട് നമുക്ക് പോവാം. പിന്നെന്താ, വെയിറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കെന്താ ഫുഡ് കഴിക്കാം. അതാണ് മെയിൻ.
അപ്പൊ നമ്മൾ തിരിച്ച് റിട്ടേണിലുള്ള ബസ് നമ്മൾ കയറി. നമ്മൾ വന്ന ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ കിട്ടി. അതേ ഡ്രൈവറും മുന്നിലെ അമ്മയും ആൻറ്റിയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെയായിരുന്നു. ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ പോവാണ്. എത്തിയിട്ട് അടുത്ത കാര്യങ്ങൾ. ഞങ്ങൾ നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷെ വന്ന് അവർ മഴ വരുന്നു. അങ്ങനെ ഇവിടെ പെട്ടെന്ന് മഴ, പിന്നെ ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ മഴയൊക്കെ പെയ്യുന്നു പറയുന്നത് ഇവിടെ. ശരി, ഓക്കെ. അപ്പം എന്തായാലും മഴ പെയ്തതിന് ഞാൻ കേസ് കൊടുക്കും. നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പം നമ്മൾ റിട്ടേൺ പോകുന്ന വഴിയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം അണ്ണാച്ചീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പോയിട്ട് നോക്കാം. Chicken fried rice, one chicken biryani, one egg biryani, one meals, and tandoori half. Tandoori nalla smoke. അപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് എന്താ പറയുക, ഫോണിൽ കുറേ പേര് ഫോണിൽ തന്നെയാണ് വരുന്നത്. ഇത് ഓർഡർ ചെയ്താൽ എഗ് ബിരിയാണി ഓർഡർ ചെയ്തു. ഇതാ നമ്മൾ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. സാഡ് തന്നിട്ടില്ല. അടിപൊളി ഫുഡായിരുന്നു. ലാസ്റ്റ് ഒരു ബോളി സോഡയോടെ കുറിച്ച് ഐസ്ക്രീം കിട്ടിയില്ല. അപ്പം അടിപൊളിയായിട്ട് ലഞ്ച് നമ്മൾ കഴിഞ്ഞു. 4 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. 3:30 ഒക്കെ ആയി. അപ്പം അത്രയല്ലോ, ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഇത്രയല്ലോ ഈ ഒരു വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്?